വീട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർക്ക് അപ്പുക്കുട്ടൻ പിള്ള സാറിൻ്റെ വീട്ടിലെ മട്ടുപ്പാവല കൃഷി ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിതിൻ്റെ കവറിട്ട് വെച്ചിരിക്കുക. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പേരൊക്കെ വിളിക്കാം, വലിയ പേരൊക്കെയായിരുന്നു. ഇയാൾ പക്ഷെ ഒന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കിലോ പേരയും 3 ഉണ്ട്. പിന്നെ നിറച്ച് പൂവുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ചാമ്പയാ 4 സൈസുണ്ട്. അതിനകത്ത് ഇപ്പം ആദ്യമായിട്ടാണ് പൂ പിടിച്ചത്. പക്ഷെ ഏറ്റവും അവസാനം മേടിച്ചു ചാമ്പ അതാ. ആദ്യം ഇത്ര മതിയോ? ചെടിച്ചട്ടിയുടെ വലിപ്പം ഇത്ര മതിയോ? പോരാ, ചട്ടി മാറണം. ഈ ചട്ടി ഈ സൈസ് ചട്ടി മാറാൻ ഇരിക്കുകയല്ല, മേടിച്ചു ഇപ്പൊ നട്ടതല്ല. ആ ചട്ടിക്കത്താ. ഇത് ഒരു നമ്മുടെ ഓറഞ്ചാ, പച്ചയ്ക്കും മധുരമുള്ള ബാരി സ്വീറ്റ് എന്ന് പറയും. പുളിയ മാവ. ഇത് എല്ലാ സീസണിലും ഓഫ് സീസണിലും കഴിക്കുന്നു പറഞ്ഞു തന്നതാണ്. പിന്നെ നട്ട് 1 വർഷം ആവുന്നതേ ഉള്ളൂ. പിന്നെ അത് പിങ്ക് പേര് അത് കുറച്ച് കായുണ്ട്. എല്ലാ സീസണിലും കായുണ്ടാവുന്നതാണ് അത്. അപ്പോൾ നല്ല 3 കായുണ്ട് അതിനകത്ത്. അത് ഇങ്ങനെ കവറിട്ട് നിർത്തിയിരിക്കുക. അതിന് കമ്പ് ചാഞ്ഞ അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ്. വിളഞ്ഞില്ല, വിളഞ്ഞു പക്ഷെ പഴുത്തില്ല. വേറെ കായുണ്ട്, പൂവും വരുന്നുണ്ട്. അതും കാ കിട്ടി വരുന്നു. എല്ലാവരും വലിയ കാര്യമായിട്ട് പറയും ടെറസിൽ നടുന്ന കാര്യമുള്ളൂ. പക്ഷെ ടെറസിൽ നട്ടുള്ള കുഴപ്പമില്ല. ഇത് ഇതിനകത്ത് 2 പിഞ്ചുണ്ട്. ഇതിനകത്ത് 2 പിഞ്ചുണ്ട്, ഇതിനകത്ത് 1 പിഞ്ചുണ്ട്. ഇത് നമ്മുടെ മൊസംബിയ. ഈ 2 കമ്പ് കഴിക്കാണ്ട് പൂത്തുള്ളായിരുന്നു. ആദ്യമായിട്ട് പൂക്കുക. ഇത് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളെ താരൊക്കെ ഇവന് മിച്ചുള്ള മാവ് ലെയർ എടുത്താൽ അങ്ങേ മുറ്റത്തുനിന്ന് അങ്ങേക്കാരുടെ മുറ്റത്തുനിന്ന് അതിനകത്ത് കായുണ്ട്. ഇതുണ്ട്, 3 മാങ്ങയുണ്ട്. ഇതില് പുഴു കയറില്ലല്ലേ? ഇല്ല, ഇതിനകത്ത് മേളിലായോണ്ട് വലിയ ശല്യം ഇല്ല. നമ്മളെ അനാറ് എല്ലാം പൊഴിഞ്ഞു പോയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പിന്നെല്ലാം വാങ്ങിച്ചു നട്ടു, പൊഴിയാത്ത സൈസ്. കൃഷിയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അത് കാഴ്ച കഴിയുമ്പോഴുള്ള സന്തോഷവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇത് തന്നെ ഇപ്പം ഇവിടെ വലിയ റഷായിട്ട് നിൽക്കുക, ഇടിച്ചിടിച്ച് നിൽക്കുക. വലിയ ചട്ടി വെച്ചാൽ അത് കുറച്ചുകൂടെ വളരും. ഈ ചെറിയ ചട്ടി ആയത്. ഇതിലൂടെ നമുക്ക് വീട്ടാവശ്യത്തിനായിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറികളും ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു നേട്ടമാണ്. ചെറിയ ടൊമാറ്റോ ആണോ അതോ സാധാരണ? തറയിലാണ്ട് നല്ലോണം വളരെ ഇത്. പക്ഷേ ഇവിടെ ചട്ടി വെച്ച് എത്ര ആയാലും അകത്തുള്ളൊരു. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഇന്നത്തെ കാഴ്ചകളും വീഡിയോയും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെയുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൃഷിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.